നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ കറൻറ്റ് സമയത്തെയും ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾ നേരിടേണ്ട സിറ്റുവേഷൻസുകളെയും പരിഹാരങ്ങളും എല്ലാം കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ റീഡിങ്സിലും വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും കൂടി തന്നെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് ഒരു കാര്യം നമ്മളിലേക്ക് വരുമ്പം അത് നമുക്ക് ഫലം ചെയ്യണമെങ്കിൽ, അത് നമ്മളിലൊരു പൂർണ്ണത ഉണ്ടാക്കണമെങ്കിൽ നമ്മളും പോസിറ്റീവായ മനസ്സോടുകൂടി ആ ഒരു കാര്യത്തെ സ്വീകരിക്കണം. അത് എന്ത് കാര്യമായാലും നിങ്ങൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെയായിരിക്കും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തയോട് കൂടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുച്ഛഭാവത്തോടു കൂടി നമ്മൾ എന്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ ഫലം വന്നു ചേരുക. അപ്പം എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്കിതിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്നും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് എഴുതാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിലും അതൊന്ന് എഴുതട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയാണോ ഒരു മാസം ഏൺ ചെയ്യേണ്ടത്, എങ്ങനെയാണോ കരിയർ പാതയിൽ മാറ്റങ്ങൾ വരേണ്ടത്, എങ്ങനെയാണോ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരേണ്ടത്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെയാണോ ചേഞ്ച് ആവേണ്ടത്, നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് വേണം എഴുതാൻ. പ്രപഞ്ച ശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇന്ന രീതിയിലൊക്കെ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം, എൻ്റെ കരിയർ, ബന്ധങ്ങൾ, സിറ്റുവേഷൻസുകളിൽ മാറ്റം വന്നതിലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. വളരെയധികം നന്ദിയോടുകൂടി പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തന്നെ കൂടുതലും നമ്മൾ മാക്സിമം ഒരു പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും നമ്മൾ ഒരു കാര്യവും ചെയ്താൽ നമുക്ക് ഒരു ഫലവും വരികയില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ കണ്ടിന്യൂ ആയിട്ട് നമ്മളൊരു കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ, ഫോളോ ചെയ്യാൻ തയ്യാറായാൽ, സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യത്തെ കേൾക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന എഫോർട്ടും നിങ്ങൾ കൊടുക്കുന്ന സമർപ്പണവും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനെയും പോസിറ്റീവായി ചിന്തിക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു റീഡിങ്സ് എടുക്കാനും അത് നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ സാധിക്കുന്നത് ദൈവിക അനുഗ്രഹം തന്നെയാണ്. അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങൾക്ക് ഫലം വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളിലും വരാൻ പോകുന്ന കാര്യങ്ങളിലും കറൻറ്റിലുള്ള അവസ്ഥകളും ബ്ലോക്കേജുകളോ നെഗറ്റീവ് എനർജികളോ ബ്ലാക്ക് എനർജികളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലുണ്ട് എങ്കിൽ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ കറൻറ്റ് ദശാസന്ധികൾ എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ചെയ്ത് കടന്നു പോകുക. നമുക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾക്ക് ഫ്യൂച്ചർ എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും ടെൻഷനും ആൻസൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയൊക്കെ വലിച്ചു വെച്ച് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്താൽ നമുക്കൊന്നും തന്നെ ഇല്ല. നമുക്ക് ശൂന്യതയാണ് ഫലമുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറി വ്യതിചലിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ലവേഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെയധികം ഐക്യത്തോടു കൂടി പോകേണ്ട ദിവസമാണ്. നിങ്ങളുടെ പ്രസൻസിൽ നിങ്ങൾ ബ്ലെസ്സിങ്സ് നേടിയെടുക്കുക. നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളൊരു ഐക്യത്തോടു കൂടി, ഒരു സമർപ്പണത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസം കടന്നു പോകണം. എല്ലാത്തിനെയും സ്നേഹത്തോടു കൂടി കാണുക എന്നുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിലുള്ള ആ ഒരു ഹൃദയത്തിലെ ആ പരിശുദ്ധി, ആ ഒരു സ്നേഹം നിങ്ങൾ ഇന്ന് പ്രകടിപ്പിക്കുക. അത് നിങ്ങളുടെ പങ്കാളിയോടായിക്കോട്ടെ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് പൂർണ്ണതയോടുകൂടി സമർപ്പണത്തോടുകൂടി തന്നെ നിങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ലവേഴ്സിൻ്റെ എനർജി
എനർജിയാണ്. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും കേട്ടോ, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. അതുപോലെ ഇന്ന് നിങ്ങൾക്കൊരു ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്സ് ഉണ്ടാകുകയില്ല. ഇന്ന് നിങ്ങളുമായിട്ടുള്ളവരെല്ലാം നിങ്ങളോട് ഒരു പക്ഷേ അകന്ന് നിൽക്കുന്നവർ പോലും ഇന്ന് കുറച്ച് അടുപ്പം പ്രകടിപ്പിക്കാനും നിങ്ങളോട് അടുത്ത് നിൽക്കാനും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിങ്ങൾക്ക് വേണ്ട ചില നല്ല നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും ചിലർക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ സാധിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഒരു പക്ഷേ കാത്തിരുന്ന ചില കാര്യങ്ങൾ, ഡിലേ ആയിരുന്ന ചില കാര്യങ്ങളിൽ ഒരു ഗുഡ് ന്യൂസ് എനർജിയും ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി നിന്ന പല കാര്യങ്ങൾക്കും ഇന്നൊരു അവസാനം എൻഡിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് ചെറിയ പുതിയ പ്ലാനിങ് ഒക്കെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ, വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റിയോട് കൂടി, അതായത് ഇന്ന് ചിലപ്പോൾ ചില കുട്ടികളോടൊക്കെ ഒത്തിരി കുറച്ച് സമയം സന്തോഷിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വളരെയധികം ഓവർ തിങ്കിങ് ഒന്നും ഇന്നുണ്ടാവില്ല, ഒരുപാട് ചിന്തിക്കാനൊന്നുമുള്ള ഒരു സമയം ഉണ്ടാവില്ല. അതായത് ഒരു ഒറ്റപ്പെടൽ ഇന്നത്തെ ദിവസമില്ല എന്നാണ് കാണുന്നത്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻസോട് കൂടി, ഇമോഷണൽ ബാലൻസോട് കൂടിയുള്ള ഒരു പുതിയ ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. ലൈഫിലേക്ക് ചില കാര്യങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നതായിട്ടും പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചില ആലോചനകൾ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടും പുതിയ ചില ഐഡിയാസുകളൊക്കെ ഇന്നത്തെ ദിവസം ലൈഫിൽ വന്നു ചേരുന്നതായിട്ടുമൊക്കെ കാണുന്നുണ്ട്. പിന്നെ മാത്രവുമല്ല, ചിലരെ സംബന്ധിച്ചൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്കൊക്കെ മാറുന്നുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് മാറ്റാമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻസ്പിറേഷൻ എനർജിയാണ് ഇന്ന്. എല്ലാത്തിലും വലിയൊരു ഉത്സാഹം തോന്നിക്കുന്ന ദിവസം. ഇന്നൊരു എന്താ പറയുക, ഒരു ഊർജ്ജസ്വലതയുടെയും സപ്പോർട്ടിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഒരു പക്ഷെ ഒരിക്കലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ, അല്ലെങ്കിൽ ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ കാര്യങ്ങളിലെല്ലാം ഒരു പൊരുത്തം വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടിച്ചേരലിൻ്റെ ഒരു പ്രസൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഒരു സ്റ്റാർ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റാർ എനർജിയുടെ പ്രസൻസിലേക്ക് നോക്കുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസമെന്നും നമുക്ക് പറയാൻ സാധിക്കൂട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിന്നൊരു വലിയ പ്രാധാന്യം ലഭിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഇന്നൊരു എന്താ പറയുക, ഒരു പൂർണ്ണത ലഭിക്കുന്ന ദിവസമാണ്. മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഇന്നത്തെ ദിവസം ആവശ്യമുണ്ടാകും കേട്ടോ. ഒരു പക്ഷേ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്നും ഒരു ഡിസിഷൻ എനർജിയിലേക്കൊക്കെ ഇന്ന് നിങ്ങൾ മാറും. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇമോഷണലി സ്റ്റക്കായിട്ടൊക്കെ നിന്നിരുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ മുൻ സമയങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെക്കൊണ്ട് പലർക്കും പല ആവശ്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു പ്രസൻസ്, സപ്പോർട്ട് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളെയും ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാതെ തോന്നിയതെല്ലാം ഇന്ന് നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ചില തുടക്കങ്ങളുടെ സമയമായിട്ടുണ്ട് കേട്ടോ. ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഒന്നിലധികം കാര്യങ്ങളിൽ ഉറച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. പല പ്രതിസന്ധികൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നൊരു ദിവസമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾക്ക് കൂടെ ഉള്ളവർക്കോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ഇന്ന് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്കാണെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഉറച്ച തീരുമാനം, അതായത് ഒരൊറ്റ വാക്കിൽ തന്നെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ആ സാഹചര്യങ്ങളും ഇന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ലോങ് ഡിസ്റ്റൻസ്, ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചില കാര്യങ്ങളെ
ഇന്ന് കാണേണ്ടി വരുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു ട്രാവലിങ്ങിനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അവിടെയും നല്ലൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പാർട്ട്നേഴ്സിന്, അതായത് ഒരു മാര്യേജിനെ പ്രസൻസ് ചെയ്തുള്ളൊരു സിറ്റുവേഷൻസ് കേട്ടോ. ഒരു പക്ഷേ ഒരു സെക്കൻഡ് മാര്യേജ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിന് ഇന്ന് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ചാൻസ് എനർജി പല കാര്യത്തിലും, അത് കരിയറിലുമാവാം, സാമ്പത്തികപരമായിട്ടുമാവാം, ബന്ധങ്ങളിലുമാവാം, നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്ന് അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്നൊരു തീരുമാനമെടുക്കാൻ പറ്റും. അതുപോലെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. വളരെയധികം നിങ്ങൾ ഒന്നിലും ഇൻവോൾവ് ആകാതിരിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ, ഒരുപാട് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന, ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത വിധം നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നിരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കും. അതായത് ആരോടും ഒന്നിനും ഒരു എന്താ പറയുക, പ്രശ്നങ്ങൾക്കുമില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഇടപെടാത്ത വിധം എപ്പോഴും മാറി നടന്നിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളൊന്ന് പുറത്തിറങ്ങേണ്ടി വരുന്നുണ്ട്. കുറച്ചൊന്ന് സ്ട്രോങ് ആവേണ്ടി വരുന്നുണ്ട്. ചില ഇടങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും സാധിക്കുന്നുണ്ടെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. സാമ്പത്തികപരമാകുന്ന ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുകൂടി നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ കരിയർ പാതയിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. തടസ്സങ്ങളെ മറികടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കരിയർ എനർജിയിലോ ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ, അല്ലെങ്കിൽ സ്ഥാനഭ്രംശം, ഒരു സ്ഥാനക്കയറ്റത്തെ മറ്റും കണക്റ്റ് ചെയ്തോ ഒക്കെ നിങ്ങൾക്കൊരു ഒരു ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ഒരു സ്ഥാനം മാറ്റമായിക്കോട്ടെ, അതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ചെറിയ ബ്ലോക്കേജ്, തടസ്സമുണ്ടായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കരിയർ പാതയിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്കൊരു തർക്കമോ അഭിപ്രായ ഭിന്നതയോ ശത്രുതാഭാവമോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതും ഇന്നൊരു മധ്യസ്ഥതയിലൂടെ അവസാനിച്ച് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ കരിയറിനെ ബേസ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഇന്ന് നല്ല ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഒരു മാറ്റത്തിലേക്കാണ് വരുന്നത്. അതായത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. വരാനുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇന്ന് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പൂർണ്ണതയാണ്, ഒരു ഹാപ്പിനെസ്സാണ്, ഒരു ഗ്രോത്താണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിക്ക് തന്നെ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ദ ഡെവിൾ എനർജി പ്രസൻസ് ഇവിടെ നിൽപ്പുണ്ട്. ശത്രുക്കളുണ്ട്. ചിലരുടെ എനർജിയിൽ നോക്കുമ്പം ശനിയുടെ ശക്തമാകുന്ന ദോഷം കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വളരെ ശക്തമായിട്ടും നിങ്ങൾക്ക് പവർ ലൂസിങ് വരുന്ന കുറച്ച് ആളുകളുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റൂട്ട് ചക്ര വളരെ ബ്ലോക്കേജ് ആണ് കേട്ടോ. സാമ്പത്തികം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ശക്തമാകുന്ന ശത്രുദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിലൊക്കെ ഒരു വിള്ളൽ വരാൻ, അഭിപ്രായ ഭിന്നത വരാൻ സാധ്യതയുണ്ട്. അത് മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ വരുന്നൊരു സിറ്റുവേഷൻസാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും റൂട്ട് ചക്ര ബ്ലോക്കേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കുമ്പോഴും കുറേ ആളുകളുടെ എനർജിയിൽ എപ്പോഴും ഒരു പവർ ലോസിങ്ങും, ക്ഷീണം, മടുപ്പ്, വിരക്തി, അതായത് കൂടെ ഉള്ളവരെ സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്നൊരവസ്ഥ, അതുപോലെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, മോശമായ ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ കുറച്ച് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.
പാസ്റ്റിൽ നിന്നും നിങ്ങൾക്കൊരു നെഗറ്റീവാകുന്ന അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലുള്ള നിങ്ങളെ ബന്ധനത്തിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. പാസ്റ്റിൽ നിന്നും ഒരു പക്ഷേ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ബന്ധങ്ങളിൽ നിന്നാവാം, ആരെങ്കിലും നിന്നാവാം നിങ്ങളിൽ ശക്തമാകുന്ന ഒരു ബന്ധനം സംഭവിക്കുന്നതായിട്ട് ചില എനർജികളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു എനർജി അതൊരു ബർഡനാണ്. പരിഹാരമൊന്നും നമുക്കിപ്പോൾ കണക്റ്റഡ് ആകുന്നില്ല. തീർച്ചയായിട്ടും അത് കൂടുതൽ ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻസിനെ മാറാൻ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം കേട്ടോ. എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമഃശിവായ 108 തവണ മാക്സിമം ചൊല്ലുന്നതും നല്ലതായിരിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷൻസ് അതൊരു വിധിയെ ബേസ് ചെയ്തും ശത്രുവിനെ ബേസ് ചെയ്തും നിങ്ങളിലേക്ക് വരുന്നതാണ് കേട്ടോ. അത് ടോട്ടലി നോക്കുമ്പോൾ റൂട്ട് ചക്ര തൊട്ട് മുകളിലേക്ക് എല്ലാ ചക്രാസുകളെയും ബ്ലോക്ക് ആക്കുന്ന, അതായത് നിങ്ങൾക്കൊരു സ്തംഭനം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരെല്ലാം നിങ്ങളിൽ നിന്നും അകന്നു പോകുക എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടും ഹെൽത്ത് പരമായിട്ടും പ്രതിസന്ധികളുണ്ടാവും. സ്വപ്നങ്ങളെല്ലാം ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും അത് ശിവക്ഷേത്ര ദർശനവും ജലധാര നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഓം നമഃശിവായ എന്ന മന്ത്രം 108 തവണ ചൊല്ലുന്നതും നല്ലതാണ് എന്നുള്ളൊരു എനർജി. പിന്നെ നമ്മുടെ വജ്രഘോഷം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇതിനെല്ലാം പരിഹാരമായ ഏറ്റവും ശക്തമായൊരു മന്ത്രമാണ് വജ്രഘോഷം. 108 തവണയോ 308 തവണയോ 21 പ്രാവശ്യമോ എങ്കിലും നിങ്ങളത് ചൊല്ലാൻ ശ്രമിക്കുക. അത് സമർപ്പിച്ച് തന്നെ നമ്മൾ ആരുടെ പേരോ ആരെക്കുറിച്ച് ചെയ്യാനും ഇന്ന ആളാണോ മറ്റേ ആളാണോ എന്നൊന്നും അന്വേഷിക്കാൻ പോകണ്ട. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകാൻ നോക്കുക. നിങ്ങൾക്കൊരു ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തീർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ഒരു സ്നേഹപ്രകടനവുമായിട്ട് വരുന്നുണ്ട്. ഒരു ഇമോഷണൽ അബണ്ടൻസ് ആണ്, പോസിറ്റീവാണ് ആ ഒരു കാര്യമെങ്കിലും അത് ആലോചിച്ചിട്ട് മാത്രം സ്വീകരിക്കുക. ഇവിടെ വന്നിരിക്കുന്നത് റിജക്റ്റ് ചെയ്യാനാണ് കാർഡ്. നിങ്ങളിലേക്ക് ആരുടെയെങ്കിലുമൊക്കെ പ്രസൻസ് വന്നാൽ തീർച്ചയായിട്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾ റിജക്റ്റ് ചെയ്യുക കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ ഒരിക്കൽ പരീക്ഷിക്കുകയോ അപമാനിക്കുകയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ പ്രസൻസ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഒന്നും നോക്കണ്ട, നമുക്കത് വേണ്ട, റിജക്റ്റ് ചെയ്യുക കേട്ടോ. അതൊരു ഇമോഷണൽ അബണ്ടൻസ് ആണ്, പോസിറ്റീവാണ്. പക്ഷേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴും ഭയമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുക്കണ്ട, ബൗണ്ടറി ഇട്ട് നിൽക്കുക കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് ജീവിതത്തിൽ. ഇന്നത്തെ ദിവസം ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടുകെട്ടും അതുപോലെ തന്നെ ഒരു ചെറിയൊരു സക്സസ്സിൽ അമിതമായിട്ട് സന്തോഷിക്കുന്ന പരിപാടികളിലൊന്നും ചെന്ന് ചേരണ്ട. ഒന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ, നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക കേട്ടോ. അത് മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതാകുന്ന ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ കഴിവ് തെളിയിക്കുക, നിങ്ങൾക്ക് ആ പ്രാധാന്യം കൊടുക്കുക. ഒരു സെൽഫിഷ് എനർജി ഇടയ്ക്കൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. അതായത് നമ്മളൊന്ന് സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു സെൽഫിഷ് എനർജി അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കരിയർ പാതയെ ബേസ് ചെയ്താണ് നമുക്കത് കാണുന്നത്. സാമ്പത്തികപരമാകുന്നതോ മറ്റു പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും നിങ്ങളിലേക്ക് വരേണ്ടത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നും മറ്റൊരാൾക്കുള്ളത് അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്യപ്പെടുമെന്നുമുള്ളത് ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായും മനസ്സിലാവും. അതായത് ഒരിക്കലും കിട്ടില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏഞ്ചൽസ്, വിശ്വസിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക.
നിങ്ങളെ ഫോക്കസ് ചെയ്യുക. മറ്റ് ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലൊന്നും പെട്ട് നിൽക്കാതെ എപ്പോഴും ഒരു കംഫർട്ട് സോണിലൂടെ നിങ്ങളെപ്പോഴും ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് കടന്നു പോവുക കേട്ടോ. ഇന്നത്തെ ദിവസം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അതായത് ഇമോഷണൽ അബണ്ടൻസ്. നമ്മൾ ആദ്യത്തെ എനർജി തന്നെ പറഞ്ഞില്ലേ, ഇന്ന് വളരെ ശക്തമാകുന്നൊരു ഇമോഷണൽ ബാലൻസും സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റും. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്, സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. ഒരു കാര്യത്തിലും എടുത്തു ചാടരുത്. ഒരു മദർ എനർജിയെ പോലെ, ഒരു ലേഡി ഫെമിനിയൻ എനർജിയെ പോലെ വളരെയധികം ആലോചിച്ച് സമാധാനപരമായിട്ട് ക്ഷമയോടുകൂടി മാത്രമേ ഇന്ന് ഓരോ കാര്യങ്ങളും ചെയ്യാവുള്ളൂ, ഓരോ ചുവടും വെക്കാവുള്ളൂ. നിങ്ങളിലേക്ക് വരേണ്ടത് വന്നു ചേരുമെന്ന് നമുക്ക് എനർജിയിൽ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിലും വെപ്രാളം പിടിക്കണ്ട, വെയിറ്റ് ചെയ്യുക കേട്ടോ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, സാമ്പത്തികമായിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഇൻ്റലക്ച്വലി ആയിക്കോട്ടെ, കരിയർ പരമായിക്കോട്ടെ, അതുപോലെ സിറ്റുവേഷൻസുകളെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളുടേതാകുന്ന എന്ത് കാര്യത്തെ ആണെങ്കിലും കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ഓരോ വ്യക്തികളും ഏത് സമയത്താണെങ്കിലും മെഡിറ്റേഷൻ ചെയ്ത് അവിടെ നിന്നും നിങ്ങളൊരു ആൻസർ എടുക്കുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ എനർജി നിങ്ങളുടെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രകാശവും നിങ്ങളുടെ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വേണ്ട തീരുമാനങ്ങൾ നൽകേണ്ട ആ ഒരു എനർജി കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്നും വരുന്ന ഇൻഫർമേഷൻസിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യണം. അഫർമേഷൻസ് തീർച്ചയായിട്ടും എഴുതണം. നിങ്ങൾ എഴുതാതിരിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറുതെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക, അത് നിങ്ങളിൽ വന്നു ചേരും.